ബി.പി.പി.വിയുടെ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച ഡോക്ടർ ജോൺ എം എപ്ലി ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ഇ.എൻ.ടി വിഭാഗം സന്ദർശിച്ച് രോഗത്തെ പൂർണ്ണമായും സുഖപ്പെടുത്തുന്ന മരുന്നുകളില്ലാതെ തന്റെ ചികിത്സയുടെ അവസ്ഥയെയും രീതിയെയും കുറിച്ച് വിശദീകരണങ്ങൾ നൽകിയതായി പറയുന്ന ഒരു സാങ്കൽപ്പിക വീഡിയോ മാത്രമാണിത്. ഡോക്ടർ ജോൺ എം എപ്ലി ബെനിൻ പാരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ അഥവാ ബി.പി.പി.വിക്കുള്ളൊരു പ്രധാന ചികിത്സയായ എപ്ലി മാനുവർ കണ്ടുപിടിച്ചതിന് പേരുകേട്ട ഒരു അമേരിക്കൻ ഓട്ടോലാരിങ്കോളജിസ്റ്റായിരുന്നു. അദ്ദേഹത്തിന്റെ കനാലിഥിയാസിസ് സിദ്ധാന്തം വെർട്ടിഗോ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ധാരണയിൽ വിപ്ലവം സൃഷ്ടിച്ചു. 1930 ഫെബ്രുവരി 8 ഒറിഗോണിൽ ജനിച്ച് ക്ലാമത്തിൽ വളർന്ന എപ്ലി സംഗീതത്തിലും ഭൗതികശാസ്ത്രത്തിലും ആദ്യകാല താൽപര്യം കാണിച്ചു. 1948 ക്ലാമത്ത് യൂണിയൻ ഹൈസ്കൂളിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം 1954 നോർമ സിയെ വിവാഹം കഴിച്ചു. 1957 ഒറിഗോൺ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സ്കൂളിൽ നിന്ന് എപ്ലി എം.ഡി. നേടി. 1958 ജാക്സൺ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കി. വാൻഡൻബർഗ് എയർഫോഴ്സ് ബേസിൽ ഇ.എൻ.ടി ക്യാപ്റ്റനായി സേവനമനുഷ്ഠിച്ചു. 1965 സ്റ്റാൻഫോർഡ് മെഡിക്കൽ സെന്ററിൽ അദ്ദേഹം റെസിഡൻസി പൂർത്തിയാക്കി. 1965 അദ്ദേഹം ഒറിഗോണിലെ പോർട്ട്ലാൻഡിൽ ഒരു സ്വകാര്യ ഇ.എൻ.ടി പ്രാക്ടീസ് ആരംഭിച്ചു. 1972 മുതൽ ന്യൂറോളജിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അദ്ദേഹം നിരവധി ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നവീകരിച്ചു. പിന്നീട് 1900 തുടക്കത്തിൽ വെസ്റ്റിബുലാർ തെറാപ്പിക്കായി ഒമ്നിയാക്സ് ചെയർ സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവനകൾ: 1979 1980 കനാലിഥിയാസിസ് സിദ്ധാന്തമായി പരിണമിച്ച ഒരു സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചു. അത് കുപ്പുലോ ലിഥിയാസിസ് സിദ്ധാന്തത്തിന് വെല്ലുവിളിയാകുകയും ബി.പി.പി.വിയിൽ കനാലിഥുകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള എപ്ലി മാനുവറിലേക്ക് നയിക്കുകയും ചെയ്തു. 1983 അദ്ദേഹം പ്രാരംഭ ഫലങ്ങളും 30 രോഗികളിൽ 100% വിജയം കാണിക്കുന്ന 1992 ഒരു പഠനവും പ്രസിദ്ധീകരിച്ചു. 1999 ആയപ്പോഴേക്കും ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ ഇതൊരു സ്റ്റാൻഡേർഡ് ചികിത്സയായി അംഗീകരിച്ചു. തുടർന്ന് 1996 ഏപ്രിലിൽ അദ്ദേഹം വടക്കേ അമേരിക്കയിലെ പ്രശസ്തമായ ഓട്ടോലാരിങ്കോളജിക്കൽ ക്ലിനിക്സ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന ജേണലിൽ കനാലിഥ പുനഃസ്ഥാപന മാനുവറിന്റെ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. വെല്ലുവിളികളും അംഗീകാരവും: അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ സ്വീകാര്യത നേടി. അത് ബി.പി.പി.വി ചികിത്സ പൂർണ്ണമായും മാറ്റിമറിച്ചുകയും ചെയ്തു. 1999 ആയപ്പോഴേക്കും ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ ഇതൊരു സ്റ്റാൻഡേർഡ് ചികിത്സയായി അംഗീകരിച്ചു. പിന്നീടുള്ള വർഷങ്ങളും മരണവും: 2009 ഒരു പക്ഷാഘാതത്തെ തുടർന്ന് എപ്ലി വിരമിച്ചു. വെസ്റ്റിബുലാർ മെഡിസിനിൽ ആഴത്തിലുള്ള ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ചുകൊണ്ട് 2019 ജൂലൈ 30 89 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഇതാ തന്റെ കണ്ടുപിടുത്തത്തിനുശേഷം വെർട്ടിഗോ ബാധിച്ച നിരവധി രോഗികളുടെ ജീവിതം രോഗമുക്തമാക്കി അവരുടെ സാധാരണ ജീവിതം അവർക്കായി തിരികെ നൽകിയ മഹാനായ വ്യക്തി. ബാലൻസ് സിസ്റ്റം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരീരത്തിന്റെ സന്തുലിതാവസ്ഥയും സ്ഥലകാല ഓറിയന്റേഷനും നിലനിർത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന 3 പ്രാഥമിക സംവിധാനങ്ങളാണ് വിഷ്വൽ സിസ്റ്റം, വെസ്റ്റിബുലാർ സിസ്റ്റം, ഇന്നർ ഇയർ, പ്രൊപ്രിയോസെപ്റ്റീവ് സൊമാറ്റോസെൻസറി സിസ്റ്റം. പേശികളെ ക്രമീകരിക്കുന്നതിനും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും ഈ സംവിധാനങ്ങൾ തലച്ചോറിലേക്ക് നിരന്തരം സിഗ്നലുകൾ അയക്കുന്നു. വിഷ്വൽ സിസ്റ്റം പരിസ്ഥിതിയിലെ നിങ്ങളുടെ സ്ഥാനം, ചലനവേഗത, ചുറ്റുപാടുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ണുകൾ നൽകുന്നു. വെസ്റ്റിബുലാർ സിസ്റ്റം തലയുടെ ചലനം, ത്വരണം, തലയുടെ സ്ഥാനം എന്നിവ കണ്ടെത്തുന്നു. പ്രൊപ്രിയോസെപ്റ്റീവ് സിസ്റ്റം സൊമാറ്റോസെൻസറി ചർമ്മം, പേശികൾ, സന്ധികൾ, പ്രത്യേകിച്ച് കഴുത്ത്, കണങ്കാലുകൾ, പാദങ്ങൾ എന്നിവയിലെ സെൻസറുകൾ ശരീരം എങ്ങനെ സ്ഥിതി ചെയ്യുന്നുവെന്നും ഏത് പ്രതലത്തിലാണ് നിൽക്കുന്നതെന്നും തലച്ചോറിനോട് പറയുന്നു. 3 സംവിധാനങ്ങളും യോജിപ്പിലായിരിക്കുമ്പോൾ നിങ്ങൾ നല്ല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. ഒന്ന് തകരാറിലാണെങ്കിൽ മറ്റുള്ളവ അത് നൽകണം. അസന്തുലിതാവസ്ഥയ്ക്ക് എത്ര കാരണങ്ങളുണ്ട്? 40-50 വ്യത്യസ്ത കാരണങ്ങളാൽ തലകറക്കം സംഭവിക്കാം. പ്രശ്നം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ഇവയെ സാധാരണയായി 2 പ്രധാന ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നു. അകത്തെ ചെവി അല്ലെങ്കിൽ പെരിഫറൽ കാരണങ്ങൾ, രണ്ടാമത്തേത് സെൻട്രൽ അല്ലെങ്കിൽ തലച്ചോറിന്റെ കാരണങ്ങളും. തലകറക്കത്തിന്റെ ഏറ്റവും സാധാരണമായ കാരണം എന്താണ്? ചില പ്രത്യേക രീതിയിൽ തലയൊന്ന് ചലിപ്പിക്കുമ്പോഴേക്കും പെട്ടെന്നൊരു തലകറക്കം വരാറില്ലേ? അതാണ് ബി.പി.പി.വി. അതിനെപ്പറ്റി നമുക്കിന്ന് പെട്ടെന്നൊന്നും നോക്കാം. പെട്ടെന്നൊരു തലകറക്കം വന്നാൽ നമ്മൾ ആകെ പേടിച്ചു പോകും, അല്ലേ? പക്ഷേ ഇതിന്റെ ഏറ്റവും സാധാരണമായ കാരണം നമ്മുടെ തലച്ചോറിലൊന്നുമല്ല, മറിച്ച് ചെവിക്കുള്ളിലെ ഒരു ചെറിയ പ്രശ്നമാണ്. അതെന്താണെന്നറിഞ്ഞാൽ മാത്രം മതി. പരിഹാരം വളരെ സിമ്പിളാണ്. അപ്പോ ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണിത് വരുന്നത്?
ബാലൻസ് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഡസൻ കണക്കിന് കാരണങ്ങളുണ്ട്. അവയിൽ സാധാരണമായവ താഴെ ഉൾപ്പെടുന്നു. ആന്തരകർണ വൈകല്യങ്ങൾ, ബെനിൻ പാരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ BPPV, ലാബിറിന്തിറ്റിസ് അണുബാധ, മെനിയേഴ്സ് രോഗം വെസ്റ്റിബ്യൂലാർ ന്യൂറിറ്റിസ്, മൈഗ്രെയിൻ മൂലമുള്ള തലകറക്കം, നാഡീവ്യവസ്ഥയിലെ അവസ്ഥകൾ, പാർക്കിൻസൺസ് രോഗം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, സ്ട്രോക്ക് അല്ലെങ്കിൽ ട്യൂമറുകൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, കുറഞ്ഞ രക്തം. ശരിക്കും നമ്മുടെ ചെവിക്കുള്ളിൽ ബാലൻസ് കൺട്രോൾ ചെയ്യുന്ന കുഞ്ഞൻ കാൽസ്യം ക്രിസ്റ്റലുകളുണ്ട്. ഓട്ടോകോണിയ എന്ന് പറയും. ഇവ തെന്നിമാറി വേണ്ടാത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അനങ്ങാതിരിക്കുമ്പോഴും പ്രത്യേകിച്ചും കിടക്കയിൽ തിരിയുമ്പോഴോ മുകളിലേക്ക് നോക്കുമ്പോഴോ ഒക്കെ ലോകം കറങ്ങുന്നതായി തോന്നുന്നത്. ഇനി രണ്ടാമതായി, ഇത് BPPV തന്നെയാണോ എന്നെങ്ങനെ ഉറപ്പിക്കും? ഇതിന് ഡോക്ടർമാർക്ക് ഡിക്സ് ഹാൾപൈക്ക് ടെസ്റ്റ് എന്നൊരു സിമ്പിൾ ടെസ്റ്റുണ്ട്. ഡോക്ടർ നിങ്ങളുടെ തല ഒരു പ്രത്യേക രീതിയിൽ പിടിച്ചിട്ട് പെട്ടെന്നൊന്ന് കിടത്തും. ആ സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ അറിയാതെ ഇങ്ങനെ ചലിക്കുന്നുണ്ടെങ്കിൽ അതിന് നെസ്റ്റാഗ്മസ് എന്നാണ് പറയുക. സംഭവം ഉറപ്പിച്ചു, ഇത് BPPV തന്നെയാണ്. ഇനി അവസാനമായി, ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്നല്ലേ? ഇതാണ് ഏറ്റവും നല്ല കാര്യം. ഇതിന് മരുന്നൊന്നും വേണ്ട. പകരം എപ്ലി മന്യൂവർ എന്നൊരു സിമ്പിൾ വ്യായാമമുണ്ട്. തലയും ശരീരവുമൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിച്ച് ആ വഴിതെറ്റിപ്പോയ ക്രിസ്റ്റലുകളെ തിരിച്ചതിന്റെ സ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവരുന്നൊരു ടെക്നിക്കാണിത്. പലർക്കും ഒറ്റത്തവണ ഇത് ചെയ്യുമ്പോഴേക്കും തലകറക്കം പമ്പ് കടക്കും. ചുരുക്കത്തിൽ BPPV കാരണമുണ്ടാകുന്ന തലകറക്കം നമ്മളെ പേടിപ്പെടുത്താമെങ്കിലും ഓർക്കുക, അതിന്റെ കാരണവും പരിഹാരവുമൊക്കെ വളരെ ലളിതമാണ്. എളുപ്പത്തിൽ ഇത് പൂർണ്ണമായി മാറ്റിയെടുക്കാനും സാധിക്കും. പക്ഷേ BPPV മരുന്നില്ലാതെ തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണെങ്കിലും മറ്റ് ഇയർ ബാലൻസ് എന്ന വാക്കിൽ അറിയപ്പെടുന്ന രോഗങ്ങൾക്ക് മരുന്ന് വേണം. BPPV അല്ലാതെ മറ്റു രോഗങ്ങൾ എന്തൊക്കെയാണ്? അവയെയും ഇയർ ബാലൻസ് പ്രശ്നങ്ങളെന്ന് വിളിച്ചുകൂടെ? ഇയർ ബാലൻസ് മരുന്നൊന്നും കഴിക്കാതെ തന്നെ മാറ്റാമെന്ന് പറയുന്നത് BPPVയിൽ സാധ്യമാണെങ്കിലും മറ്റു രോഗങ്ങളിൽ ഇത് സാധ്യമല്ല. അങ്ങനെ നോക്കുമ്പോൾ മരുന്ന് കഴിക്കാതെ തന്നെ ഇയർ ബാലൻസ് മാറ്റാമെന്ന് പറയുന്നത് ഭാഗികമായി മാത്രമേ ശരിയാകുകയുള്ളൂ. ഇനി താങ്കളുടെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. ലാബിറിന്ഥൈറ്റിസ്, വെസ്റ്റിബ്യൂലാർ ന്യൂറോണൈറ്റിസ് എന്നിവയൊക്കെ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഇന്നർ ഇയറിലെ രോഗങ്ങളാണ്. ഇതിലാദ്യം പറഞ്ഞ രോഗത്തിൽ ഛർദിക്കും തലകറക്കത്തിനും പുറമെ കേൾവി കൂടി കുറഞ്ഞുപോകും രോഗമാണ്. സാധാരണ മധ്യഭാഗത്തെ ചെവിയിലുണ്ടാകുന്നതാണ് ഈ രോഗമെങ്കിലും ആന്തരകർണത്തെയും ഇത് ബാധിക്കാം. ഈ രോഗത്തിനും മരുന്ന് വേണം. നാലാമതായി കോഗൻസ് ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അപൂർവ രോഗമാണ്. ഇതിനും ചികിത്സാ മരുന്നുകളാണ്. പിന്നെയുള്ളത് അപകടങ്ങളുണ്ടാകുമ്പോൾ വരുന്ന ഉൾച്ചെവിയിലെ കേടുപാടുകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളും അവിടെ ഉണ്ടാകുന്ന ട്യൂമറുകളും ഒക്കെയാണ്. തലച്ചോറിലുണ്ടാകുന്ന ചില ട്യൂമറുകളും തലകറക്കവും ചെവി മൂളലും കേൾവിക്കുറവുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പലവിധ ഇന്നർ ഇയർ രോഗങ്ങളും ബാലൻസ് പ്രശ്നങ്ങളുണ്ടാകുമെങ്കിലും BPPV മാത്രമേ മരുന്ന് കഴിക്കാതെ പ്രത്യേക മാനുവർ ചെയ്ത് മാറ്റാൻ പറ്റുകയുള്ളൂ. ചെവിയിൽ ചെപ്പി അഥവാ ചെവിക്കായം നിറഞ്ഞിരുന്നാലും തലകറക്കമുണ്ടാകാം. പ്രത്യേക മെഡിക്കൽ കാരണങ്ങൾ എന്തൊക്കെയാണ്? രക്തസമ്മർദ്ദം, ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ, ഹൃദയ താളം തെറ്റൽ അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയൽ, പേശി അസ്ഥികൂട പ്രശ്നങ്ങൾ, ദുർബലമായ പേശികൾ പ്രത്യേകിച്ച് കാലുകളിൽ, ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധികളിൽ ബലഹീനത. മറ്റു കാരണങ്ങൾ: തലയ്ക്ക് പരിക്കുകൾ, കൺകഷൻ, ഉത്കണ്ഠ പരിഭ്രാന്തി വൈകല്യങ്ങൾ, മൈഗ്രെയിൻ, നിർജ്ജലീകരണം, അണുബാധകൾ. 3. പ്രധാന അപകട ഘടകങ്ങളും ജീവിതശൈലീ ഘടകങ്ങളും. വാർദ്ധക്യം. പ്രായമാകുന്തോറും ശരീരത്തിന്റെ ഇന്ദ്രിയ സംവിധാനങ്ങൾക്ക് പ്രതിരോധശേഷി കുറയുന്നു. മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ: സെഡേറ്റീവ്സ്, ആന്റി ഡിപ്രസന്റുകൾ, രക്തസമ്മർദ്ദ മരുന്നുകൾ, ആന്റിഹിസ്റ്റാമൈനുകൾ. ലഹരി വസ്തുക്കളുടെ ഉപയോഗം. മദ്യം ആന്തരിക ചെവിയെ ബാധിക്കും. നിഷ്ക്രിയത്വം. ഉദാസീനമായ ജീവിതശൈലി പേശീ ബലഹീനതയിലേക്ക് നയിക്കുന്നു. ഇത് സ്ഥിരത കുറയ്ക്കുന്നു. പലപ്പോഴും 10-ലധികം വ്യത്യസ്ത മെഡിക്കൽ ചികിത്സാ സ്പെഷ്യാലിറ്റികൾ ഉൾപ്പെടുന്നു. ബാലൻസ് ഡിസോർഡേഴ്സ് ചികിത്സിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന സ്പെഷ്യാലിറ്റികളിൽ ഇവ ഉൾപ്പെടുന്നു: ഓട്ടോലാരിങ്ങോളജി, ENT, ഓട്ടോളജി, ന്യൂറോളജി. അകത്തെ ചെവിയിലെ വെസ്റ്റിബുലാർ സിസ്റ്റത്തിന്റെ രോഗങ്ങളിൽ വിദഗ്ധർ. ഓഡിയോളജി, വെസ്റ്റിബുലാർ സിസ്റ്റത്തിന്റെ വിലയിരുത്തലിൽ വൈദഗ്ധ്യം നേടിയ പ്രൊഫഷണലുകൾ. ഫിസിക്കൽ തെറാപ്പി, പ്രത്യേകിച്ച് ബാലൻസ് വ്യായാമങ്ങളിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റിബുലാർ റീഹാബിലിറ്റേഷൻ തെറാപ്പിസ്റ്റുകൾ. ന്യൂറോളജി, തലച്ചോറിന്റെയും കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെയും കാരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ന്യൂറോ ഓഫ്താൽമോളജി, നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാഴ്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു.
കാർഡിയോളജി. രക്തസമ്മർദ്ദം അല്ലെങ്കിൽ തലകറക്കത്തിന് കാരണമാകുന്ന ഹൃദയപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഒക്യുപേഷണൽ തെറാപ്പി. സന്തുലിതാവസ്ഥയാൽ ബാധിക്കുന്ന ദൈനംദിന ജീവിത നൈപുണ്യത്തെ സഹായിക്കുന്നു. ബിഹേവിയറൽ ഹെൽത്ത് മനഃശാസ്ത്രം. സന്തുലിതാവസ്ഥയിലെ തകരാറുകളുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠയോ പരിഭ്രാന്തിയോ കൈകാര്യം ചെയ്യുന്നു. ജെറിയാട്രിക്സ്. പ്രായമായവരുടെ സന്തുലിതാവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്പെഷ്യാലിറ്റികൾ. അതിനാൽ വെർട്ടിഗോ ചികിത്സിക്കുന്നതിന് നിരവധി സ്പെഷ്യാലിറ്റികൾ ആവശ്യമാണ്. സാരാംശത്തിൽ പറഞ്ഞാൽ കാരണങ്ങളുടെ പ്രാഥമിക വിഭാഗങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേക പൊതുവായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ബാലൻസ് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഡസൻ കണക്കിന് കാരണങ്ങളുണ്ട്. അവയിൽ സാധാരണമായവ താഴെ ഉൾപ്പെടുന്നു. ആന്തരകർണ വൈകല്യങ്ങൾ. ബെനിൻ പാരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ BPPV, ലാബിറിന്തിറ്റിസ് അണുബാധ, മെനിയേഴ്സ് രോഗം വെസ്റ്റിബ്യൂലാർ ന്യൂറിറ്റിസ്, മൈഗ്രെയിൻ മൂലമുള്ള തലകറക്കം, നാഡീവ്യവസ്ഥയിലെ അവസ്ഥകൾ, പാർക്കിൻസൺസ് രോഗം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, സ്ട്രോക്ക് അല്ലെങ്കിൽ ട്യൂമറുകൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ. കുറഞ്ഞ രക്തസായമാകുന്തോറും ശരീരത്തിന്റെ ഇന്ദ്രിയ സംവിധാനങ്ങൾക്ക് പ്രതിരോധശേഷി കുറയുന്നു. മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ. സെഡേറ്റീവ്സ്, ആന്റി ഡിപ്രസന്റുകൾ, രക്തസമ്മർദ്ദ മരുന്നുകൾ, ആന്റിഹിസ്റ്റാമൈനുകൾ. ലഹരി വസ്തുക്കളുടെ ഉപയോഗം. മദ്യം ആന്തരിക ചെവിയെ ബാധിക്കും. നിഷ്ക്രിയത്വം. ഉദാസീനമായ ജീവിതശൈലി പേശീ ബലഹീനതയിലേക്ക് നയിക്കുന്നു. ഇത് സ്ഥിരത കുറയ്ക്കുന്നു. രക്തസമ്മർദ്ദം. ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ. ഹൃദയതാളം തെറ്റൽ അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയൽ. പേശീ അസ്ഥികൂട പ്രശ്നങ്ങൾ. ദുർബലമായ പേശികൾ, പ്രത്യേകിച്ച് കാലുകളിൽ. ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധികളിൽ ബലഹീനത. മറ്റു കാരണങ്ങൾ. തലയ്ക്ക് പരിക്കുകൾ, കൺകഷൻ, ഉത്കണ്ഠ പരിഭ്രാന്തി വൈകല്യങ്ങൾ, മൈഗ്രെയിൻ, നിർജ്ജലീകരണം, അണുബാധകൾ. 3. പ്രധാന അപകട ഘടകങ്ങളും ജീവിതശൈലീ ഘടകങ്ങളും. വാർദ്ധക്യം. BPPV അല്ലാതെ മറ്റു രോഗങ്ങൾ എന്തൊക്കെയാണ്? അവയെയും ഇയർ ബാലൻസ് പ്രശ്നങ്ങളെന്ന് വിളിച്ചുകൂടെ? ലാബിറിന്തൈറ്റിസ്, വെസ്റ്റിബ്യൂലാർ ന്യൂറോണൈറ്റിസ് എന്നിവയൊക്കെ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഇന്നർ ഇയറിലെ രോഗങ്ങളാണ്. ഇതിലാദ്യം പറഞ്ഞ രോഗത്തിൽ ഛർദിക്കും തലകറക്കത്തിനും പുറമെ കേൾവി കൂടി കുറഞ്ഞുപോകും. എന്നാൽ വെസ്റ്റിബ്യൂലാർ ന്യൂറോണൈറ്റിസിൽ കേൾവി കുറയുകയില്ല. അടുത്തത് മെനിയേഴ്സ് ഡിസീസ് എന്ന രോഗമാണ്. ഇവിടെ കേൾവിക്കുറവ് കൂടാതെ ചെവിയിൽ മുഴങ്ങുന്ന ശബ്ദം കേൾക്കും. തലകറക്കം 20 മിനിറ്റ് മുതൽ 24 മണിക്കൂർ വരെ നീണ്ടുനിൽക്കും. ഇത് ചിലപ്പോൾ ഒരു ചെവിയിലോ അല്ലെങ്കിൽ 2 ചെവിയിലും ബാധിക്കാനിടയുണ്ട്. ഈ രോഗത്തിന് മരുന്നാവശ്യമാണ്. മൂന്നാമത്തെ രോഗം ഓട്ടോസ്ക്ലീറോസിസ് എന്ന രോഗമാണ്. സാധാരണ മധ്യഭാഗത്തെ ചെവിയിലുണ്ടാകുന്നതാണ് ഈ രോഗമെങ്കിലും ആന്തരകർണത്തെയും ഇത് ബാധിക്കാം. ഈ രോഗത്തിനും മരുന്ന് വേണം. നാലാമതായി കോഗൻസ് ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അപൂർവ രോഗമാണ്. ഇതിനും ചികിത്സാ മരുന്നുകളാണ്. പിന്നെയുള്ളത് അപകടങ്ങളുണ്ടാകുമ്പോൾ വരുന്ന ഉൾച്ചെവിയിലെ കേടുപാടുകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളും അവിടെ ഉണ്ടാകുന്ന ട്യൂമറുകളുമൊക്കെയാണ്. തലച്ചോറിലുണ്ടാകുന്ന ചില ട്യൂമറുകളും തലകറക്കവും ചെവി മൂളലും കേൾവിക്കുറവുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഡോക്ടറെ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ഇയർ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ് എന്നൊന്ന് വിശദീകരിക്കാമോ? ഇയർ ബാലൻസ് എന്നത് ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ട ഒരു പദാവലിയാണോ? ഇയർ ബാലൻസ് എന്ന പദപ്രയോഗം സാധാരണയായി സാധാരണ സംഭാഷണങ്ങളിലും ചില ക്ലിനിക്കൽ മാർക്കറ്റിംഗുകളിലും ബാലൻസ് നിലനിർത്തുന്നതിൽ ചെവിയുടെ പങ്കിനെ വിവരിക്കാൻ ഉപയോഗിക്കാറുണ്ടെങ്കിലും അത് ഔപചാരികവും ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ടതുമായ ഒരു മെഡിക്കൽ പദമല്ല. ആരോഗ്യ സംരക്ഷണ വിദഗ്ധർ ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായി കൃത്യവും വൈദ്യശാസ്ത്രപരമായി അംഗീകരിക്കപ്പെട്ടതുമായ പദാവലികളിൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. വെസ്റ്റിബുലാർ സിസ്റ്റം. തലച്ചോറിന് ചലനം, തലയുടെ സ്ഥാനം, സ്ഥലപരമായ ശരിക്കു പറഞ്ഞാൽ അങ്ങനെ ഒരു ശാസ്ത്രീയമായ നാമമില്ല. നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് നിശ്ചയിക്കുന്ന 3 കാര്യങ്ങളിലൊരെണ്ണമാണ് ഇന്നർ ഇയർ എന്ന ചെവിയുടെ ആന്തരിക ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വെസ്റ്റിബ്യൂലാർ അപ്പാരറ്റസ് എന്ന ഭാഗം. ഈ ഭാഗത്ത് പലവിധ അസുഖങ്ങളുണ്ടാകാറുണ്ട്. അത് തലകറക്കവും ഛർദിയുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് BPPV എന്ന അസുഖമാണ്. നിരവധിയായ തലകറക്കങ്ങളുടെ കാരണങ്ങളിൽ ഏറ്റവും സാധാരണമായതും അതുതന്നെയാണ്. എന്തൊക്കെയാണ് 3 പ്രധാന സെൻസറി സിസ്റ്റങ്ങൾ? ശരീരത്തിന്റെ സന്തുലിതാവസ്ഥയും സ്ഥലകാല ഓറിയന്റേഷനും നിലനിർത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന 3 പ്രാഥമിക സംവിധാനങ്ങളാണ് വിഷ്വൽ സിസ്റ്റം, വെസ്റ്റിബുലാർ സിസ്റ്റം, ഇന്നർ ഇയർ, പ്രൊപ്രിയോസെപ്റ്റീവ് സൊമാറ്റോസെൻസറി സിസ്റ്റം. പേശികളെ ക്രമീകരിക്കുന്നതിനും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും ഈ സംവിധാനങ്ങൾ തലച്ചോറിലേക്ക് നിരന്തരം സിഗ്നലുകൾ അയക്കുന്നു. വിഷ്വൽ സിസ്റ്റം പരിസ്ഥിതിയിലെ നിങ്ങളുടെ സ്ഥാനം, ചലനവേഗത, ചുറ്റുപാടുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ണുകൾ നൽകുന്നു. വെസ്റ്റിബുലാർ സിസ്റ്റം
തലയുടെ ചലനം, ത്വരണം, തലയുടെ സ്ഥാനം എന്നിവ കണ്ടെത്തുന്നു. പ്രൊപ്രിയോസെപ്റ്റീവ് സിസ്റ്റം, സൊമാറ്റോസെൻസറി, ചർമ്മം, പേശികൾ, സന്ധികൾ, പ്രത്യേകിച്ച് കഴുത്ത്, കണങ്കാലുകൾ, പാദങ്ങൾ എന്നിവയിലെ സെൻസറുകൾ ശരീരം എങ്ങനെ സ്ഥിതി ചെയ്യുന്നുവെന്നും ഏത് പ്രതലത്തിലാണ് നിൽക്കുന്നതെന്നും തലച്ചോറിനോട് പറയുന്നു. 3 സംവിധാനങ്ങളും യോജിപ്പിലായിരിക്കുമ്പോൾ നിങ്ങൾ നല്ല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. ഒന്ന് തകരാറിലാണെങ്കിൽ മറ്റുള്ളവ അത് നൽകണം. തലകറക്കത്തിന് ഏകദേശം എത്ര കാരണങ്ങളുണ്ട്? 40-50 വ്യത്യസ്ത കാരണങ്ങളാൽ തലകറക്കം സംഭവിക്കാം. പ്രശ്നം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ഇവയെ സാധാരണയായി 2 പ്രധാന ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നു. അകത്തെ ചെവി അല്ലെങ്കിൽ പെരിഫറൽ കാരണങ്ങൾ, രണ്ടാമത്തേത് സെൻട്രൽ അല്ലെങ്കിൽ തലച്ചോറിന്റെ കാരണങ്ങളും. BPPV അല്ലാതെ മറ്റു രോഗങ്ങൾ എന്തൊക്കെയാണ്? അവയെയും ഇയർ ബാലൻസ് പ്രശ്നങ്ങളെന്ന് വിളിച്ചുകൂടെ? സാരാംശത്തിൽ പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, 1. ഇയർ ബാലൻസ് എന്നൊരു വാക്ക് ശാസ്ത്രീയമായില്ല. ഇന്നർ ഇയറിലെ നിരവധിയായ രോഗങ്ങളുണ്ടാക്കുന്ന തലകറക്കം ഇയർ ബാലൻസ് പോയതുകൊണ്ടാണ് എന്നു പറയുമ്പോൾ രോഗിക്ക് വെസ്റ്റിബ്യുലാർ അപ്പാരറ്റസ് തകരാർ കാരണമുണ്ടായ തലകറക്കമാണ് എന്ന് എളുപ്പം മനസ്സിലാക്കാം എന്ന ഗുണമേ അതിനുള്ളൂ. 2. നിരവധിയായ ഇന്നർ ഇയർ എന്ന ആന്തരകർണത്തിലെ രോഗങ്ങളിൽ BPPV എന്ന രോഗം മാത്രമേ മരുന്നൊന്നും കഴിക്കാതെ തന്നെ മാറ്റാൻ പറ്റൂ. മരുന്ന് പോലുള്ള ചികിത്സയോ അല്ലെങ്കിൽ ഓപ്പറേഷനോ വേണം. അല്ലാതെ എല്ലാ ഇയർ ബാലൻസ് പ്രശ്നങ്ങളും മരുന്നില്ലാതെ ചികിത്സിക്കാമെന്നാരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ ബോഷ്കാണ്. പക്ഷേ BPPV എന്ന മരുന്ന് ആവശ്യമില്ലാത്ത രോഗമാണ് മിക്കവാറും 20% തലകറക്കവും ഉണ്ടാക്കുന്നത് എന്നതിനാൽ കുറേയധികം ആൾക്കാർക്കും മരുന്നില്ലാതെ തലകറക്കം മാറുന്നുണ്ട്. 3. ചെവിയിലെ ചെപ്പി അല്ലെങ്കിൽ വാക്സ് എന്ന പ്രശ്നവും തലകറക്കം ഉണ്ടാക്കാം. 4. തലകറക്കത്തിന് ENT അല്ലാതെ മറ്റു സ്പെഷ്യാലിറ്റിയിലെ രോഗങ്ങളും കാരണമാകാറുണ്ട്. പക്ഷേ പെരിഫറൽ വെർട്ടിഗോ കൂടുതലും ENT രോഗം കാരണമാണ്. ചെവിയിലെ വാക്സ് തലകറക്കത്തിന് കാരണമാകുമോ? തീർച്ചയായും. ഇയർ വാക്സ് എങ്ങനെ തലകറക്കത്തിന് കാരണമാകുന്നു? ചെവിയിൽ വാക്സ് അടിഞ്ഞുകൂടുന്നത് ചെവിയുടെ കനാൽ തടസ്സപ്പെടുത്തുന്നതിലൂടെയും കർണപടലത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെയും അകത്തെ ചെവിയിൽ നിന്ന് തലച്ചോറിലേക്ക് അയക്കുന്ന ബാലൻസ് സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്നതിലൂടെയും തലകറക്കമുണ്ടാക്കാം. ഈ തടസ്സം അസന്തുലിതാവസ്ഥ, തലകറക്കം, ഓക്കാനം, ചെവിയിൽ മുഴങ്ങുന്ന ശബ്ദം എന്നിവയ്ക്ക് കാരണമാകും. മർദ്ദവും തടസ്സവും. ഒരു വലിയ മെഴുകുകട്ട കർണപടലത്തിൽ അമർത്താൻ കഴിയും. ഡോക്ടർ എപ്ലി, ഞാനൊരു സംശയം ചോദിക്കട്ടെ. മറ്റ് സ്പെഷ്യാലിറ്റി ആളുകൾ ചികിത്സിക്കുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. MBBS മാത്രമുള്ള ഡോക്ടർ ചികിത്സിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ചികിത്സിക്കുന്ന വ്യക്തിക്ക് ചെവിയിലെ വാക്സ് ഉണ്ടോ എന്നെങ്കിലും കണ്ടെത്താൻ കഴിയണം. അതാണ് അഭികാമ്യം. അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണക്കാരൻ നിങ്ങൾ കണ്ടെത്തിയ ചികിത്സ മരുന്നുകളൊന്നും നൽകാതെ ചെയ്യുന്നതിൽ ദോഷമുണ്ടോ? തീർച്ചയായും ഒരു പ്രശ്നവുമില്ല. ചെവിയിലെ വാക്സ് തലകറക്കത്തിന് കാരണമാകുമോ? തീർച്ചയായും. അഭിമുഖത്തിൽ ഞാൻ അതിലേക്ക് വരാം. കേരളത്തിലെ ഈ മനോഹരമായ സ്ഥലം കാണാനും നിങ്ങളോടെല്ലാവരോടും സംസാരിക്കാനും അവസരം നൽകിയതിന് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ENT വിഭാഗത്തിലെ എല്ലാ ഡോക്ടർമാർക്കും നന്ദി. ഡോക്ടർ, കഴിഞ്ഞ 29 വർഷമായി എപ്ലി മനോവർ ഉപയോഗിച്ച് വെർട്ടിഗോയ്ക്ക് മരുന്ന് ഇല്ലാതെ തന്നെ ചികിത്സ നൽകി വരികയായിരുന്നു. താങ്കൾ അത് വീണ്ടും തുടരുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ വീഡിയോയിൽ എന്റെ കൂടെ പുസ്തകം കയ്യിൽ കൊണ്ടു നിൽക്കുന്നത് മറ്റാരുമല്ല, 1990കളിലെ ഞാൻ തന്നെയാണ്. ഞാൻ ഡോക്ടർ ജോർജ് MV, തൃശൂർ, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ENT വിഭാഗം പ്രൊഫസറും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റുമായി ജോലി ചെയ്യുന്നു. ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ അറിയുക. ഇത് ഓട്ടോലോറിംഗോളജിക്കൽ ക്ലിനിക് ഓഫ് നോർത്ത് അമേരിക്ക എന്ന പേരിലുള്ള ഒരു പുസ്തകമാണ്. ഇത് ഓട്ടോളജിയെയും ന്യൂറോ ഓട്ടോളജിയെയും കുറിച്ചുള്ള 1996 ഏപ്രിൽ പതിപ്പിലെ ഒരു അപ്ഡേറ്റാണ്. ഈ പുസ്തകത്തിലെ 323 പേജിൽ ജോൺ M. എപ്ലി പാർട്ടിക്കിൾ റീപൊസിഷനിംഗ് ഫോർ BPPV എന്ന പേരിൽ എഴുതിയ ഒരു ലേഖനമുണ്ട്. 1996 ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ലൈബ്രറിയിൽ നിന്നാണ് എനിക്ക് ഈ പുസ്തകം ലഭിച്ചത്. മരുന്നുകളില്ലാതെ BPPV ചികിത്സിക്കുന്നതിനെക്കുറിച്ച് ഡോക്ടർ ജോൺ M. എപ്ലി എഴുതിയ ഒരു ലേഖനം അതിലുണ്ടായിരുന്നു. ഞാനിത് വായിച്ചു പരിശീലിച്ചു. ഇത്തരം വെർട്ടിഗോ ചികിത്സയ്ക്ക് ഇത് വളരെ ഫലപ്രദമാണെന്ന് കണ്ടെത്തി. തുടർന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നമ്മുടെ ആരോഗ്യമെന്ന മാസികയിൽ ഞാനൊരു മലയാള ലേഖനം പ്രസിദ്ധീകരിച്ചു. ആ ലേഖനം ഒരു വീഡിയോ രൂപത്തിൽ ഇതിനൊപ്പം നൽകുന്നുണ്ട്.
പിന്നീട് ഞാനും എൻ്റെ അന്നത്തെ PG വിദ്യാർത്ഥിനിയായ ഡോക്ടർ ജോസ്നയും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ഒരു പഠനം നടത്തിയതിൽ BPPVക്ക് ഇത് വളരെ ഫലപ്രദമായ ചികിത്സയാണെന്ന് എന്ന് സംശയാതീതമായി തെളിയിച്ചു. തുടർന്ന് ഞങ്ങളത് ഇന്റർനാഷണൽ ജേണൽ ഓഫ് ഓട്ടോലാറിങ്കോളജിയിൽ ഒരു ഗവേഷണ പ്രബന്ധമായി പ്രസിദ്ധീകരിച്ചു. ഈ ലേഖനവും ഒരു വീഡിയോ രൂപത്തിൽ ഇതിനോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ മാങ്കൂട്ടത്തെ ഇനി പൂട്ടാൻ കഴിയില്ല എന്ന് രാഹുൽ അനുകൂലികൾ വെല്ലുവിളിക്കുന്നു. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ തന്റെ അടുപ്പമുള്ളവരോട് പങ്കുവയ്ക്കുകയാണ് രാഹുൽ. മാങ്കൂട്ടത്തിൽ രാഹുൽ കേസ് മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു. പാലക്കാട് പല്ലശ്ശനെ ചികിത്സാ പിഴവ് കാരണം വലതുകൈ മുറിച്ച് മാറ്റി വിനോദിനിക്ക് കൃത്രിമ കൈവച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് പബ്ലിക്കിനാണ് പ്രതിപക്ഷ VD സതീഷ് റാവു കേസുകാരിക്ക് കൃത്രിമ കൈവയ്ക്കാം. രാജാ സാറിനെ കാണാൻ പോയി. വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും Great Himalayan Season. അങ്ങനെയാണ് വർഷം 2025 വെർട്ടിഗോയുടെ ഏറ്റവും സാധാരണമായ കാരണമായ BPPVക്ക് ഞാൻ മരുന്നുകളില്ലാതെ ചികിത്സ നടത്തിയിട്ട് 29 വർഷം പൂർത്തിയായത്. ഡോക്ടർ എപ്ലി, ഞാനൊരു സംശയം ചോദിക്കട്ടെ. മറ്റ് സ്പെഷ്യാലിറ്റി ആളുകൾ ചികിത്സിക്കുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. MBBS മാത്രമുള്ള ഡോക്ടർ ചികിത്സിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ചികിത്സിക്കുന്ന വ്യക്തിക്ക് ചെവിയിലെ വാക്സ് ഉണ്ടോ എന്നെങ്കിലും കണ്ടെത്താൻ കഴിയണം. അതാണ് അഭികാമ്യം. അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണക്കാരൻ നിങ്ങൾ കണ്ടെത്തിയ ചികിത്സ മരുന്നുകളൊന്നും നൽകാതെ ചെയ്യുന്നതിൽ ദോഷമുണ്ടോ? തീർച്ചയായും ഒരു പ്രശ്നവുമില്ല. ചെവിയിലെ വാക്സ് തലകറക്കത്തിന് കാരണമാകുമോ? തീർച്ചയായും. അഭിമുഖത്തിൽ ഞാൻ അതിലേക്ക് വരാം. കേരളത്തിലെ ഈ മനോഹരമായ സ്ഥലം കാണാനും നിങ്ങളോടെല്ലാവരോടും സംസാരിക്കാനും അവസരം നൽകിയതിന് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ENT വിഭാഗത്തിലെ എല്ലാ ഡോക്ടർമാർക്കും നന്ദി. ഡോക്ടർ, കഴിഞ്ഞ 29 വർഷമായി
എപ്ലി മനോവർ ഉപയോഗിച്ച് വെർട്ടിഗോയ്ക്ക് മരുന്ന് ഇല്ലാതെ തന്നെ ചികിത്സ നൽകി വരികയായിരുന്നു. താങ്കൾ അത് വീണ്ടും തുടരുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. Thank you, sir. You invented the treatment. We follow your therapy for the goodness of the patients. You actually deserve Nobel Prize.